നമസ്കാരം, AK റൈഡർ 70 ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബുള്ളറ്റിലെ ഫോഗ് ലാമ്പ് LED ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ബുള്ളറ്റിൽ മാത്രമല്ല എല്ലാ ബൈക്കുകളിലും നമുക്ക് ഈ ഫോഗ് ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. വയർ കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 250 രൂപയ്ക്കകത്താണ്. 250 രൂപയ്ക്ക് നഷ്ടം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ കൂടെ ഒരു സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ചും കൂടെ വരുന്നുണ്ട്. നമുക്കിത് ലോങ് റൈഡിനൊക്കെ വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്കിനി ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി വീഡിയോ കാണുന്ന എൻ്റെ ഭായിമാർ, സുഹൃത്തുക്കൾ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സെയിം ലൈറ്റിൻ്റെ വയർ തന്നെയാണ് ഈ ഫോഗ് ലാമ്പിൻ്റെ ഇതേ വയർ തന്നെയായിരിക്കും അപ്പുറത്തും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും അതിൻ്റെ കണക്ഷനും കൂടെ നമ്മൾ ഒന്നിച്ചാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതേ സെയിം വയറായിരിക്കും. രണ്ട് വയർ, ബ്ലാക്ക് ആൻഡ് റെഡ് ആൻഡ് ബ്ലാക്ക് വയറായിരിക്കും വരുന്നത് മിക്ക ഫോഗ് ലാമ്പിലും, എല്ലാ ഫോഗ് ലാമ്പിലും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കണക്ഷൻ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവും അതിൽ നിന്ന് വരുന്ന ഇത് സെയിം ലൈറ്റിൽ നിന്ന് വരുന്ന പോസിറ്റീവും ഒന്നിച്ച് കൊടുക്കുന്നു. തിരിച്ച് രണ്ടാമത് ഇതിൻ്റെ അതിൻ്റെ നെഗറ്റീവും നമ്മൾ തിരിച്ചതേപോലെ തന്നെ ഒന്നിച്ച് കൊടുക്കുന്നു. അതിൻ്റെ നെഗറ്റീവ് രണ്ടും ഒന്ന്, ഇതിൻ്റെ പോസിറ്റീവും ഫോഗ് ലാമ്പിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ പോസിറ്റീവും ഒന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മേളിലോട്ട് കണക്ഷൻ കൊടുക്കുന്നു. അത് നമുക്കിത് സെറ്റ് ചെയ്യും കൊടുത്ത് നമുക്കതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഇത് ചെറിയൊരു ക്ലിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ നെറ്റിനെ ഇളക്കിയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ടാണ് ഈ ചെറിയൊരു തുണ്ട് വയർ നമ്മൾ കണക്കിന് മുറിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നമ്മളെ കണക്ഷന് വരത്തക്കുന്നുണ്ട്. ഇതിലെ പോസിറ്റീവ് നെഗറ്റീവ് വയർ നമ്മൾ നീളം കൂട്ടിയെടുത്തിട്ടുണ്ട്. ആ കൂട്ടിയെടുത്ത വയറിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുക. അടുത്ത നമുക്ക് കുറച്ച് നീളം കൂടിയ വയറെടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇതിൽ നിന്ന് പോസിറ്റീവ് കണക്ഷൻ കൊടുത്ത് നേരെ മേളിൽ കൊണ്ടുപോകാനുള്ളതാണ്, ഹെഡ്ലൈറ്റിനകത്ത് വരാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ച് നീളം കൂടിയ വയറെടുത്ത് നമുക്ക് ഈ പോസിറ്റീവിൽ നമുക്ക് അറ്റാച്ച് ചെയ്യും. അവിടെ നിന്ന് വരുന്നതും ഈ രണ്ട് വയറിൻ്റെതും പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഒരുപോലെ തന്നെ, പോസിറ്റീവ് നെഗറ്റീവ്, ഇതിൻ്റെ പോസിറ്റീവ് അതിൻ്റെ അപ്പുറത്തുനിന്ന് വരുന്ന ലൈറ്റിൻ്റെ പോസിറ്റീവ് ഒന്നിച്ച് കൊടുത്തു. ഇതിൻ്റെ നെഗറ്റീവും അതിൻ്റെ നെഗറ്റീവ് നമ്മൾ ഒന്നിച്ച് കൊടുത്തു. രണ്ടാമത് നമ്മൾ നെഗറ്റീവ് വയറിനെ ശകലം കട്ട് ചെയ്തിട്ട് ഇവിടെ എർത്തായിട്ട് ഇവിടെ കൊടുത്തു. പിന്നെ അടുത്ത പോസിറ്റീവ് വയറിലടുത്ത കണക്ട് ചെയ്തിട്ട് നീളം കൂടിയ വയർ നമ്മൾ ഇതിനകത്തായിട്ട് കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഈ സ്വിച്ചാണ് നമ്മുടെ ലൈറ്റിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. മേളിൽ വയ്ക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ താഴെ ഇതായിരിക്കും എനിക്കിപ്പോൾ സൗകര്യം. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മേളിൽ നമ്മളെ ചാർജിങ് വിത്ത് ഹോൾഡറും അതും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇതിനെ ഈ സൈഡിൽ ഹാൻഡിലിൻ്റെ സൈഡിലായിട്ട് ഇതാകുമ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങി അങ്ങ് ഇരിക്കുകയും ചെയ്യും. ഇതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ അകത്തുനിന്ന് വരുന്ന വയർ ഈ വയറിൻ്റെ പോസിറ്റീവാണ്. ഈ വയറിഞ്ഞ് ബാക്കിൽ വന്ന് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റിനകത്തെടുത്ത് നമുക്ക് കൊടുക്കാനുള്ള കണക്ഷൻ ഇതിലാണ് കൊടുക്കാനുള്ളത്. ഇതിലാണ് കൊടുക്കാനുള്ളത്, നമ്മുടെ ഈ ഷോക്കറ്റിലാണ്. അപ്പോൾ ഈ ഷോക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുന്നതിന് മുമ്പ്
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ സ്വിച്ചിൻ്റെ വയറാണ്, 2 സ്വിച്ചിൻ്റെ വയർ. ഈ സ്വിച്ചിൻ്റെ വയറിൽ ഞാനൊരു എക്സ്ട്രാ വേറൊരു വയറും കൂടെ ചേർത്ത് ഇത് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെന്ത് ലേശം വേണം. ഇതിന് നമ്മൾ പിടിച്ച് കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വയർ അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങി കഴിഞ്ഞാൽ അത് ഊരി പോകാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് ടാപ്പ് ചെയ്യണം, മറക്കണ്ട, ടാപ്പ് ചെയ്യാം. ഈ വയർ നമ്മൾ നേരെ ഈ ഇവിടുന്ന് വരുന്ന ആ വയർ അകത്തുനിന്ന് വരുന്ന ഫോഗ് ലാമ്പിൽ നിന്ന് നമ്മൾ വെളിയിൽ നിന്ന് പോസിറ്റീവ് എടുത്ത വയറാണ്. ഇത് നമ്മൾ ഈ ഒരു വയറിലായിട്ട് കണക്ട് ചെയ്യാം. വെളിയിൽ നിന്ന് വന്ന വയറുമായിട്ട് അത് നമുക്കിവിടെ കൊടുക്കാം. അതിനെ നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്യാം. വെള്ളമൊന്നും കയറി ഷോർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി കാണുമല്ലോ. ഇത് സ്വിച്ചിൽ നിന്ന് വരുന്ന വയറാണ് ഈ വരുന്നിട്ട്. ഇത് നമ്മൾ നേരെ ഒരു വയറിനെ നേരെ പോസിറ്റീവ് അവിടെ നിന്ന് അകത്തുനിന്ന് താഴെ നിന്ന് എടുത്ത ഈ വയറിൽ നിന്ന് ഈ പോസിറ്റീവ് വയറിൽ നമ്മൾ കണക്ട് ചെയ്ത് രണ്ടാമത് വേറൊരു സ്വിച്ചിൻ്റെ 2 വയറുള്ളതിൽ വേറൊരു വയറുണ്ട്. ആ വയർ ആണ് ഈ കാണുന്നത്. അത് നമ്മൾ നേരെ ഈ വരുന്ന ഇത് ഇഗ്നേഷനിൽ നിന്ന് വരുന്ന ഇഗ്നേഷനിൽ നിന്ന് വരുന്ന പ്ലഗാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ വയറൊന്നും കമ്പനി ഇതിൽ വയറൊന്നും നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ ഇഗ്നേഷനിൽ വരുന്ന വയറിന് നമ്മൾ കുറച്ചിത് നീട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇഗ്നേഷൻ നമ്മൾ ഓഫ് ചെയ്ത് ചാവി ഉരുട്ടിട്ട് നമ്മൾ ഓരോന്നിൽ കൊടുത്ത് നോക്കാം, കത്തുമോ ഇല്ല എന്നുള്ളത് നോക്കാം. താഴെ നിന്ന് വരുന്ന വയറ് നമ്മളിതിൽ സ്വിച്ചിൻ്റെ 2 വയർ വന്നതിൽ പോസിറ്റീവ് വയർ ഒരു വയറിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വയറിൽ നമ്മൾ ഇത് ഇഗ്നേഷൻ്റെ വയറാണ്. ഇഗ്നേഷൻ സ്വിച്ചിൻ്റെ വരുന്നതാണ്. ഇത് ബാറ്ററിയിലോട്ട് പോകുന്നത്. ഇഗ്നേഷൻ സ്വിച്ചിൻ്റെ വയറിലെ ക്ലിപ്പാണ് നമ്മൾ നോക്കാനുള്ളത്. ഇത് റെഡും ഒന്ന് വെറും റെഡും ഒന്ന് റെഡും വൈറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് കൊടുത്ത് നോക്കണം, ഏതിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് കത്തുമെന്ന് നോക്കണം. ബാറ്ററി കണക്ഷനിൽ ഡയറക്റ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കിത് കൊടുത്ത് നോക്കണം. ഇപ്പോൾ നോക്കിയപ്പോൾ കത്തുന്നുണ്ട്. അപ്പോൾ ഈ കത്തുന്നതിലല്ല കൊടുക്കാനുള്ളത്. അപ്പുറത്തെ 2 ഹോൾഡറുണ്ടല്ലോ, അതുകൊണ്ട് ഈ 2 വരുന്നതിൽ ഇതിൽ കൊടുത്തപ്പോഴാണ് കത്തിയത്. അപ്പോൾ ഇതിൽ കൊടുത്തപ്പോൾ കത്തിയപ്പോൾ അതിൽ കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇഗ്നേഷൻ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് കത്താൻ പാടില്ല. ഇത് ഇഗ്നേഷൻ ഇടുമ്പോൾ കത്താൻ പാടില്ല, സ്വിച്ച് ഇടുമ്പോൾ കത്തണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. കൊടുത്തിട്ട് ഷോക്കറ്റ് വെച്ച് കൊടുക്കും. നമ്മൾ ഇതിലായിട്ട് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വിച്ച് ഇട്ട് പോകാം. അപ്പോൾ ചാവി നമ്മൾ ഇട്ടിട്ടാണ്, ഒരു കാരണവശാലും ചാവി വെച്ചിട്ട് നമ്മൾ ഈ കണക്ഷൻ ഇത് കൊടുത്ത് നോക്കരുത്. ചാവി നമ്മൾ ഇട്ടിട്ട് ലൈറ്റ് നോക്കണം. ചാവി നമ്മൾ ഫോൺ ആക്കി കത്തുന്നുണ്ട്, രണ്ടും കത്തുന്നുണ്ട്. നമ്മൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തത്തില്ല. നമ്മൾ ഇഗ്നിഷൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ
ഈ സ്വിച്ച് ഇട്ടാൽ കത്തുള്ളൂ. ഇതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇപ്പം ബാറ്ററിയുടെ മറ്റേ ഏതിലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്വിച്ച് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ ലൈറ്റ് നമ്മുടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്വിച്ച് അറിയാതെ ആരെങ്കിലും വന്ന് സംസാരിച്ച് നിൽക്കുക എന്ത് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തും. നമ്മൾ ബാറ്ററിയിലായിട്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഇഗ്നിഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇഗ്നിഷൻ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ സ്വിച്ച് കത്തുള്ളൂ, ഈ ലൈറ്റ് LED വർക്കാവും. അപ്പോൾ നമ്മുടെ ഈ സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് മാത്രമേ ഇത് വർക്കാവുന്നുള്ളൂ. ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇപ്പോൾ പകലായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ഇതാണ് ലൈറ്റിൻ്റെ ഇതാണ്. അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് നല്ല പ്രകാശമുണ്ട്. നേരത്തെ പറഞ്ഞതല്ല 9 LED ബൾബാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്രയും വിശദമായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇത് കണ്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ തക്ക ഇത് കണ്ട് ഫിറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ലൈറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ വെളിയിൽ കൊടുത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കളയണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബും അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് എത്തുവാൻ വേണ്ടി അത് എനിക്ക് സഹായകമാകും. താങ്ക് യു.